വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക. എന്തിനാ? കൽബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറത്താക്കണം. പുറത്താക്കിയിട്ട് ഒരല്പം സമയമെങ്കിലും അല്ലാ എന്നുള്ളൊരു ചിന്ത അത് മാത്രമാക്കി നമ്മുടെ കൽബ് കിട്ടോ എന്നൊന്ന് നോക്കാനാണ്. ഉണ്ടാകാനൊന്നുമല്ല, കൽബിൽ അല്ലാ എന്ന് മാത്രം ഓർക്കാൻ നമുക്ക് കഴിയോ? അതൊരു ട്രയൽ. കാരണം അങ്ങനെ കഴിഞ്ഞെങ്കിലേ അസ്രായേൽ വരുമ്പോൾ നമുക്ക് കുട്ടികളെന്താ കാട്ടുക, എൻ്റെ പെണ്ണുങ്ങളെ ഒറ്റപ്പെടുമല്ലോ, അതാവുമല്ലോ, എൻ്റെ മുതലെന്താ കാട്ടും, ആ വക ബേജാറൊക്കെ വിട്ടിട്ട് അല്ലാ എന്ന് സുന്ദരമായിട്ട് ശാന്തമായിട്ട് ഓർക്കാൻ കഴിയണമെങ്കിൽ ഇപ്പം നമ്മളതിൻ്റെ മുമ്പ് അതൊന്ന് ട്രയൽ ചെയ്യും. അപ്പൊ എല്ലാ സാധനവും ഓർക്കണോ പോറ്റണോ അല്ലേന്ന് നമ്മളുടെ പവറൊന്നുമല്ല. നമ്മളിങ്ങനെ കോളർ പൊക്കി നടക്കുക. ഞാൻ ഉണ്ടാക്കിയതോടെ അങ്ങനെ നിന്നോ, ഞാനെന്നാ ഉണ്ടാക്കാൻ പോയിട്ട് ഉണ്ടാക്കിയതോടെ അതൊക്കെ എന്തൊരു ഊക്ക് പാവേ. രണ്ട് ചങ്ങായിമാര്, ഒരാൾ പാവം ഓനെ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, ഓൻ പോയി അതിൻ്റെ അടുത്ത് തന്നെ ഓനെ കയറ്റി വിട്ടു, ഓൻ നാട്ടിൽ കൊണ്ട് പോകുന്നു. മറ്റോട് കയറിയാലും പിന്നെ ഞങ്ങൾ ചാടി അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ ആക്കി കച്ചവടമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പല നിലക്കും കാശുണ്ടാക്കിയാറാ, പല നിലക്കും ഉണ്ടാക്കിയാറാ. ഇവിടെ നിൽക്കണം ബാബ അന്നും ഓനെ കോരൂട്ടാനും ചോറുവാ. അപ്പം മറ്റൊരിക്കൽ സംസാരിച്ചവർ പറയും, ഇവിടെ അങ്ങനെ നിന്നുണ്ട് ഞാനുണ്ട് ആൺകുട്ടികളെ പോലെ പോയി നയിച്ച് കായ ഉണ്ടാക്കിയിട്ടുണ്ടോ, കോളർ വെക്കുക, അല്ല കുട്ടി അല്ല, അത് എനിക്ക് തന്നതാ മനെ അല്ലേ. ഓൻ്റെ വലിപ്പ എത്ര വിളവുള്ള ആളുകളുണ്ട് അറിയാം, കാശിന് ഗതിയില്ലാതെ നടക്കുന്നു. എത്ര പൊട്ടന്മാരുണ്ട് വലിയ പണക്കാരായി നടക്കണു ഇല്ലേ? നിങ്ങൾക്ക് ഞാൻ എണ്ണിത്തരാം വേണമെങ്കിൽ. എൻ്റെ അറിവിലുണ്ട്, ഉണ്ട്. പാവങ്ങളായ ആളുകൾ ഇഷ്ടംപോലെ പണം അന്ന് കൊടുത്തു. എന്താ? ഓൻ്റെ അടുത്ത് കൊടുത്തവൻ തുളുമ്പൂലാച്ചല്ല, വലിയ വിളവൻ്റെ അടുത്ത് കൊടുത്തവൻ പറപ്പിച്ചോളും ആൾക്കാരെ. അപ്പൊ അത്ര വയ്യ. ഊണ് നല്ല വിളവും കഴിവും കൊടുത്തു. ഓമ്പൻ്റെ ഒപ്പക്കാരൻ നിന്ന് തലക്കെ നിർത്തി കുടിച്ചിട്ട് ജീവിക്കും, കാശുമാണൊന്നും ഇല്ലെങ്കിലും അതുകൊണ്ട് കഴിവാണ്. കണ്ടോ? അപ്പോ നമ്മുടേതൊന്നും അല്ല അതൊന്നും. നമുക്ക് വെറുതെ തോന്നും. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, പോകുന്ന പറഞ്ഞിട്ട് ഇറങ്ങി പോന്നിട്ടല്ലേ ഉള്ളൂ. ഒരരണാചാരുണ്ട് നമ്മൾ പോരുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കാം, ഒന്നുമില്ലല്ലോ. പൂക്കൾ കൂടി ഉണ്ടായിരുന്നു, അത് അധികമുള്ളതൊക്കെ മുറിച്ചേർത്തി ചെയ്തു. പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല. അതേപോലെ നമുക്ക് ശുദ്ധരായിട്ട് പോകണം. അതിനുള്ള വഴി അപ്പി പറഞ്ഞു. വരുമ്പോ യാതൊന്നും കൽബിലില്ല, ഒരു സ്വത്തും മുതലില്ല. സ്വത്തും മുതലില്ലാതെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. കൽബ് ശുദ്ധമായ കൽബ്, ശുദ്ധമായ ശരീരം, എന്തൊരു റാഹത്ത്, യാതൊരുവിധ വിഷമവും ഇല്ലാതെ ശുദ്ധമായി ഭൂമിയിലേക്ക് വന്നു. അതേപോലെ സലീമായ കൽബ്, സംസ്കരിക്കപ്പെട്ട ശരീരം, ശുദ്ധമായ ശരീരം, അതുകൊണ്ട് റാഹത്തായിട്ട് നമുക്ക് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് കൽബിലുള്ളതൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച് താനും തൻ്റെ റബ്ബും എന്നുള്ള ആ ഒരു ചിന്ത, റബ്ബേ ഞാൻ മരിക്കുന്നവനാണ്. എപ്പോഴാണ് മരിക്കുക ആർക്കും അറിഞ്ഞുകൂടാ, എപ്പം മരിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം എൻ്റെ അറിവിലുള്ള ഒരു നാട്ടിൽ 6 മരണം അടുത്തടുത്ത് നടന്നു. 6ഉം പെട്ടെന്നുള്ള മരണങ്ങൾ. ചിലർ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ പോയി, വേറെ ചിലർ കട്ടൻ ചായ കുടിച്ചിട്ട് ചേറിലിങ്ങനെ ഇരുന്നതാ. ഒരു വലി കേട്ട് പെട്ടെന്ന് അപ്പുറത്ത് കുട്ടി വന്ന് നോക്കുമ്പോൾ കശാലോട് കൂടെ ചെറിയ വേഗം താങ്ങി മറ്റേ മകനെ വിളിച്ചു വന്ന് നേരെ എടുത്തിട്ടാണ്ട് കടത്തിയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് മൂപ്പര് നാട്ടിൽ പോയിരുന്നു. സുബ്ഹാന ജല്ല ജലാലു. എന്താണ് ഈ കശാലിലിരുന്ന് ചെരിയുന്ന മനുഷ്യന് വളരെ ക്ഷീണാണെന്നുള്ള നിലയ്ക്ക് വേഗെടുത്തി കട്ടിലിൽ കടത്തിയിട്ട് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോഴത്തേന് അവിടുന്നൊക്കെ ആള് വിട്ടുപോയി. ഇതാണിപ്പോൾ ഇന്നത്തെ അവസ്ഥ. അപ്പൊ ആരെപ്പം എങ്ങനെ മരിക്കും അള്ളാഹ്ക്കല്ലാതെ അറിഞ്ഞുകൂടാ. അപ്പോ ആ മരിക്കുന്ന സമയം എങ്ങനെ മരിച്ചാലും അള്ളാ ശ്വാസം ഉണ്ടോ അള്ളാന്ന് ഓർക്കണം. അതിനൊരു ട്രയല്. എല്ലാവരും സ്വസ്ഥായിട്ടിരിക്കുക. എന്നിട്ട് പറയുക, വളരെ സാമ്പിളിന് കുറഞ്ഞ ദിക്റേ ചെല്ലുന്നുള്ളൂ. 10 ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. സമയം വഴുകി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് لا إله إلا الله 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 إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله. ഇനി അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 3 പദം നമുക്ക് പരിചയക്കമ്മിള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും അറിയുന്നതാണ്. മലിക്ക് ഹഖ് മുബീൻ. മലിക്ക് ഹഖ് മുബീൻ ഒക്കെ നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ഇങ്ങനെ അറിയില്ല എന്നുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ വലിയ അർത്ഥവുമുള്ള വലിയ ജലാലത്തിൻ്റെ ഇസ്മുകളാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ജലാലത്തിൻ്റെയും ജമാലിയത്തിൻ്റെയും ആണ്. ചിലത് ജലാലത്തിൻ്റെ ഇസ്മുകളാണെങ്കിൽ ചിലത് ജമാലിയത്തിൻ്റെ ഇസ്മുകളാണ്. അത് മിക്സായിക്കൊണ്ട് ഒന്നിച്ച് ഓതുമ്പോഴാണ് അറിയാതെ ആളുകളുടെ ഇടയിൽ അറിയാതെ അങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുന്നത്. ചിലത് മാത്രം ചൊല്ലിയാൽ ഒന്നുകിൽ പറ്റ തണുത്തു പോവും, ചിലത് മാത്രം ചൊല്ലിയാൽ തുണി എടുക്കാതെ കുപ്പായൊക്കെ കഴിച്ച് വലിച്ചെറിഞ്ഞിട്ട് വടിയെടുത്തിട്ട് പായും വെള്ളടയിൽ കൂടെ. കണ്ടോലൊക്കെ ചീത്തറിനെ അടിച്ചു പൂശി അതൊക്കെ നടക്കും. അത് അതിൻ്റെ ഒരു സ്വഭാവം. ജലാലിയത്തും ജമാലിയത്തും ഫാറൂഖിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ അവരുടെയും സ്വഭാവം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ട മഹാനാണ്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. لا إله إلا الله الملك الحق المبين. 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 ملك الحق المبين. لا إله إلا الله الملك 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 الحق المبين. لا
إلا الله الملك الحق المبين لا إله 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 إلا الله الملك الحق المبين. ini Khaja Papan's zikr. Ya Hayyu Ya Qayyum 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 Ya Hayyu Ya Qayyum. ini ഒരു സലാത്ത്. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. വളരെ വിശാലമായ സ്വലാത്താണ്, പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ട് ചെല്ലുമ്പോൾ സാവധാനം ചെല്ലാം, നിങ്ങൾ ഒപ്പാണ് ചെല്ലുക, കഴിയുന്നത്ര കുറക്കാം. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇനി ഒരു ഇനീശല് ദിക്റാണ്. ഇനീശല് ദിക്ർ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം അല്ലാഹ് എന്ന് പറയും, 4ാമത് ഹു എന്ന് പറയും. എന്താ അത് നമുക്കൊരു പിടുത്തമല്ല. അങ്ങനെ കുറേ ദിക്റുകളുണ്ട്. ചിലയിടത്ത് വന്ന കുട്ടികൾ പറയും, ആ തന്താർക്ക് നേരം വെളുത്തിട്ടില്ല, ആയിട്ടുണ്ട് അവിടെ പള്ളിയുടെ ഉള്ളിൽ നിന്നിട്ട് കൂ 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 അറിയുന്നു പറയും. അപ്പം എന്താ കുട്ടികൾക്ക് സംഭവം അറിയില്ല. കുട്ടികൾക്കറിയാത്ത കാര്യങ്ങൾ എത്ര ഉണ്ട്. എന്താണ് ഈ ഹാ ഹൂ ഹീ? അതാണ് ഈ പറയുന്നത്.
ഹാ ഹൂ ഹി എന്ന് പറയുന്നതിനെയാണ് കുട്ടികൾ പറഞ്ഞത്. ഓല അവിടെ നിന്നിട്ട് കാ ഹൂ ഹി അറിയണ്ട് പാവേ അറിയാത്തത് വേറെ കേസൊന്നുമല്ല. എന്നാ എന്താണ് ഈ ഹാ ഹൂ ഹി? അത് അള്ളാന്റെ ആശിക്കീങ്ങൾ തോനെ പറയാൻ അവർക്ക് സമയമല്ല. അത്രയും പെട്ടെന്ന് അവരുടെ സൃഷ്ടാവിനെ അവർക്ക് ആവർത്തിച്ച് പറയണം എന്നാഗ്രഹം കൊണ്ട് പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. സമയം എത്ര എടുക്കും? അത് ഷോർട്ട് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹാ ഹൂ ഹി. എത്ര എളുപ്പം തീർക്കാം? അത് ഷോർട്ട് ചെയ്തു. എന്നതുപോലെ ഇനീശൽ ദിക്ർ അല്ലാഹ് അല്ലാഹ് അല്ലാഹു 3 പ്രാവശ്യം അല്ലാഹ് എന്നും 4ാമത് ഹു എന്നും. വളരെ ഖനമുള്ള ദിക്റാണ്. മനുഷ്യനെ ഉള്ളി തോല് കുളിച്ച് കളയുന്നത് പോലെ മനുഷ്യന്റെ അമ്മാറയെ കളയാൻ പറ്റാവുന്ന ഒരു ദിക്ർ പറയൂ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ് 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 അല്ലാഹു 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 അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു ഹുവൽ അവ്വൽ വൽ ആഖിർ വല്ലാഹു ഹുവൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം
وصلي على جميع الأنبياء والمرسلين وملائكة الله المقربين كلهم أجمعين والحمد لله رب العالمين. ഉമ്മാനികളെ, ഇനി അല്പം ഒരു 10 ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യത്തിൻ്റെ ഒരു കുറവുണ്ട്. തൗബ ചെയ്തു, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഒക്കെ ചൊല്ലി. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഒരു കുറവുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ഹദിയ. ഇതിൻ്റെ ചെലവിലേക്ക്, ഇതിൻ്റെ ആവശ്യങ്ങളിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് അവനവൻ്റെ കഴിവിൻ്റെ തോത് വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളുടെ ഘനം മനസ്സിലാക്കി സാധിക്കുന്ന അത്ര നീർന്ന് എല്ലാവരും പ്രവർത്തകർ ബക്കറ്റുമായി വരുമ്പോൾ അവരെ കൊടുക്കുക. നീച്ചിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടല്ലോ, അത് ബുദ്ധിമുട്ടാണ്. അപ്പം എത്രയും പെട്ടെന്ന് 10 ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ ആൾ ബക്കറ്റുമായി ഇറങ്ങി എത്രയും പെട്ടെന്ന് അത് പിരിച്ച് ദുആ ആവുമ്പോഴത്തിന് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോക്കണം തണുക്കാൻ പറ്റൂല കേട്ടോ. ആ കുറഞ്ഞ ഫാത്തിഹയുള്ളൂ. അതാ പെട്ടെന്ന് ബക്കറ്റുകൾ തോന്നെടുത്തോ, വേഗം ഇറങ്ങുക. എല്ലാവരും കാശ് കൈ കരുതിക്കൊള്ളും. വരുമ്പോഴത്തേന് വേഗം കൊടുത്തു വിടണം. നമുക്ക് 10 ഫാത്തിഹ ഓതണം. കുറേ നടക്കണം. ഇല്ല, നിങ്ങളൊരു സൈഡിൽ നിന്നോ, ബക്കറ്റാ കൊടുത്താൽ മതി. നമ്മളൊക്കെ പ്രവർത്തകരാ. അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് പോട്ടെ ബക്കറ്റ്. കുറേനെ കൈമാറുക. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു തലക്കം നിന്നോ, ബക്കറ്റ് നീങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾ സൈഡിൽ കൂടെ അങ്ങനെ നീങ്ങിയാൽ മതി. കുറേനെ നടക്കട്ടെ ബക്കറ്റ്. അതാവും ആൾ പോകണ്ട, ബക്കറ്റാണ് വയ്ക്കുള്ളൂ. കയ്യും കാലും ഇല്ലാറുണ്ട് കാര്യമില്ല, അങ്ങനെ വയ്ക്കുള്ളൂ. അങ്ങനെ പോട്ടെ. അങ്ങനെ തന്നെ കാരണന്മാർക്കും വയ്ക്കുക പണിക്ക്. എന്തേ അങ്ങനെ പോട്ടെ. ഇങ്ങനെ വാങ്ങാൻ കൊടുക്കുക. ഒരു കൈ കൊണ്ട് വാങ്ങുക, ഒരു കൈ കൊണ്ട് ഇടുക, കൊടുക്കുക. അങ്ങനെ പോട്ടെ. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹ്. നമുക്ക് ഫാത്തിഹ ഓതാം. അതങ്ങനെ നടക്കും. അത് നമുക്ക് ശല്യമല്ല. നമ്മൾ ഫാത്തിഹ ഓതാം. ഫാത്തിഹ തീരുമ്പോഴത്തേന് അതും തീർക്കുക. സ്ത്രീകളുടെ ഭാഗത്തോ إلى حضرة روح نبينا وشفينا وهادينا ومعشوقنا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أرواح ساداتنا جبريل وميكائيل وإسرافيل وعزرائيل وسائر الملائكة كلهم أجمعين. الفاتحة. الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، خصوصا إلى حضرة روح الخضر عليه السلام
وإلى حضرة روح الياس عليه السلام. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم من الضالين آمين. وإلى حضرات أرواح ساداتنا أبي بكر وعمر وعثمان وعلي رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح سيدتنا فاطمة الزهراء وسيدنا الإمام الحسن والحسين وسيدتنا خديجة الكبرى وعائشة الصغرى وأمهات المؤمنين أجمعين. الفاتحة. الحمد لله رب العالمين الرحمن الرحيم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الضالين آمين. وإلى حضرة روح شيخنا وغوث الأعظم سلطان محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا سلطان العارفين الشيخ السيد أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا قطب الهند طائر الرسول قريب بن عباس حضرة خواجة معين الدين حسن السنجر الأجميري قدس الله سره العزيز. الفاتحة. الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا ضياء الدين أبي النجيب عبد القاهر السور ورضي الحمدان قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات أرواح ساداتنا أصحابه البدريين والوحيدين وبقية الصحابة والقرابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا وقرة أعيننا الشيخ السيد سلطان ميران شاه الحميد الناوري قدس الله سره العزيز. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة روح شيخنا ومعشوقنا الشيخ السلطان داود ولي الله
قدس الله سره العزيز. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله مالك يوم الدين. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة روح شيخنا ومعشوقنا الشيخ السيد قطب الزمان سيد الأهل المنفرم قدس الله سره العزيز. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة روح شيخنا ومعشوقنا وقرة أعيننا الشيخ محمد صالح مولى قدس الله سره العزيز. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة روح شيخنا مرشدنا مربينا مظهر ذات الحق شيء لله شيخ عبد الله الشيخ الصابري القادري الرفاعي السهروردي الحمدان قدس الله سره العزيز. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أرواح مشايخنا مشايخ القادرية الجلالية والرفاعية والشية الصابرية والسهروردية الكبروية الحمدانية قدس اللهم أسرارهم. وإلى حضرات أرواح أصولهم وفروعهم أجمعين. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأساتذتنا وإخواننا وأخواتنا وسائر أقربائنا وأحبابنا وإلى حضرات أرواح من ماتوا منا وإلى حضرات أرواح من دفنوا في محلتنا هذا وإلى حضرات أرواح جميع المؤمنين والمؤمنات أجمعين. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബഹുമാനികളെ, എന്തുകൊണ്ട് നോക്കിയാലും ദുആക്ക് ഇജാബത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സദസ്സാണ്. ഒന്ന്, നമ്മൾ ഇസ്തിഗ്ഫാർ, ദിക്ർ, സ്വലാത്ത് ചൊല്ലി, പിന്നെ അള്ളാഹുവിൻ്റെ വജിഹിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി
ഹദിയ നൽകി. പിന്നെ ധാരാളം ആലിമീങ്ങളുണ്ട്, സാലിഹീങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, മുല കുടിക്കുന്ന കുട്ടികളുണ്ട്, കൊടുക്കുന്ന സ്ത്രീകളുണ്ട്, വയസ്സായ സ്ത്രീകളും ഉണ്ട്. അതിൻ്റെ എല്ലാം പുറമെ ധാരാളം മുത്തഅല്ലിമീങ്ങളും ഉണ്ട്. മുത്തഅല്ലിമീങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് തോനെ പറയേണ്ടതില്ല. കാരണം കൂടുതൽ കുട്ടികളുള്ള ഉസ്താദിനെ കിട്ടണം എന്ന താല്പര്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ മുഹിബുദ്ദീൻ തന്നെ. കാരണം ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പരമ്പരയായിട്ട് നല്ല ആളുകളാണ് എന്നതിന് തെളിവാണ്. കാരണം നമ്മുടെ മുൻഗാമികളെല്ലാം ഇതുകൊണ്ടാണ് ഇവിടെ ദീൻ നിലനിൽക്കുന്നതെന്നും നമ്മുടെ നാട്ടിൽ ബർക്കത്തുണ്ടാവുന്നത് എന്നും മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ്. അത് മനസ്സിലാക്കിയവരാണ് ഇന്നുള്ളവർ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി വന്ന് ഭക്ഷണം കൊടുത്ത് മുത്തഅല്ലിം വന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോയാൽ ആ വീട് ഒരിക്കലും പരാജയപ്പെടൂല, യാതൊരു സംശയവും അതിലില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പക്ഷെ പറയുന്നിടത്തോളം നീണ്ടുപോകും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ സ്നേഹിച്ചോ, അവർക്കാവുന്ന അത്ര ഭക്ഷണവും മറ്റ് ഹദിയകളും കൊടുത്താൽ നമ്മുടെ വീട്ടിൽ ബലാല് മുസീബത്ത് നീങ്ങും, നമ്മുടെ നാട്ടിലും വീട്ടിലും റഹ്മത്തും ബർക്കത്തും വരും. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ചിറക് വിരിച്ചുകൊണ്ട് നടക്കുന്നവരാണ് മുത്തഅല്ലിമീങ്ങൾ. അവർക്ക് പോലും അതറിയില്ല. അള്ളാഹുവിന്റെ ബഹറിലെല്ലാം മത്സ്യം പോലും പൊറുക്കണ്ട ചോദിക്കുന്നവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചവരാണ് മുത്തഅല്ലിമുകള്. അപ്പൊ അവര് കൽപറഞ്ഞ് ആമീൻ പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഹദിയകൾ നൽകി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ആ മാന്യ സഹോദരിമാരോട് നിങ്ങളുടെ നിയ്യത്ത് ഉദ്ദേശങ്ങളിൽ പ്രധാനമായ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുക. അവനവന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പ്രധാനമായത് മനസ്സിൽ ഹാളിറാക്കിയിട്ട് ആമീൻ പടച്ചവനെ ഉത്തരം നൽകണേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും അല്ലാഹു. നമ്മുടെ സദസ്സിനെ അള്ളാഹുവിന്റെ ഇബാദുകളുടെ ദിക്ർ, സ്വലാത്ത്, ഇൽമിന്റെ മജ്ലിസായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു തആല ഉത്തരം നൽകുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ദീനിനു വേണ്ടി വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ള സന്മനസ്സും തൗഫീഖും നൽകട്ടെ. ഇവിടത്തിലേക്ക് സംഭാവനകൾ നൽകിയ ഓരോ വ്യക്തികളിൽ നിന്നും അള്ളാഹു തആല അത് സ്വീകരിക്കുകയും അവർ അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ചുവോ ആ ഫലം അവർക്ക് അള്ളാഹു തആല നൽകുകയും ചെയ്യുമാറാവട്ടെ. മേലിലും ഇന്നാട്ടിലുള്ള എല്ലാ സഹോദരിമാർക്കും ദീനിനെയും സ്ഥാപനങ്ങളെയും സഹായിക്കാനുള്ള സന്മനസ്സും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഖൽബ് തുറന്ന് അള്ളാഹുവിലേക്ക് ആമീൻ പറയുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافي ومزيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على المصطفى حبيب الله محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا ومولانا محمد صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك إلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه منا أولا إلى حضرة روح نبينا وشفيعنا وهادينا ومعشوقنا مصطفى محمد صلى الله عليه وسلم. اللهم آتيه الوسيلة والفضيلة والدرجة الرفيعة العالية
وابعثه مقاما محمودا الذي وعدته وارزق أهلنا وارزق أهل أولادنا في الدنيا زيارته مرارا وفي الآخرة شفاعته ولا تحرمنا رؤيته. اللهم اشرنا واشرهم ذات ظل لوائه الماكود وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات أرواح أصحابه البدرين والوحيدين وبقية الصحابة والقرابة كلهم أجمعين وإلى حضرات أرواح مشايخنا مشايخ القادرية الجلالية والرفاعية والشيعة الصابرية والصورة غرزية الكبروية المدارية قدس اللهم أسرارهم وإلى حضرات أرواح أصولهم وفروعهم اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم باعل درجاتهم عندك في الجنة. اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. اللهم بحقهم وبجاههم يسر أسيرنا وسهل أمورنا وحصل مرادنا وبلغ آمالنا وقض حوائجنا واشف أمراضنا وأمراض مرضانا. اللهم اشف أمراضنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي يا كافي يا معافي. اللهم أنت شافي أنت كافي أنت معافي اشف أمراضنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا لطيفا بالعباد والطف بنا وبهم باسمك اللطيف الذي إذا لطفت به أحدا من خلقك كفى فإنك قلت وقولك الحق. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. يا لطيف يا لطيف يا لطيف. اللهم يا مقلب القلوب ثبت قلوبنا على دينك وطاعتك يا ذا الجلال والإكرام. اللهم أعنا على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أحينا حياة الذاكرين وأمتنا موت الذاكرين واحشرنا غدا في زمرة الذاكرين. اللهم إنا نسألك العفو والعافية والهداية والتوفيق والوصل والسلامة والمعرفة والصفاء والكمال ودفع عنا كل بلاء ومصيبة يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم وفقنا للتعلم والتعليم ولخدمة دينك الإسلام ظاهرا وباطنا. اللهم أصلحنا وأصلح أولادنا بما أصلحت به عبادك الصالحين. اللهم بارك لنا ولأولادنا كما باركت عبادك الصالحين. اللهم لا تردن أيدينا خائبين. اللهم لا تردن أيدينا خائبين بحقوق هؤلاء الشرفاء الكرماء المذكورين وبجاه سيد الكونين وبمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا غياث المستغيثين. اللهم أغثنا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك من سواك. اللهم أعزنا بعزتك يا عزيز يا وهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أهلك الكفرة والمنافقين والظالمين وأعداءنا وأعداء الدين.
اللهم واعل كلمتك إلى يوم الدين اللهم دمر أعداءنا وأعداء الدين اللهم شتت شملهم فرق جمعهم اللهم أهلكهم يا جبار اللهم أهلكهم يا قهار اللهم اغفر أمة محمد صلى الله عليه وسلم اللهم انصر أمة محمد صلى الله عليه وسلم اللهم ارحم أمة محمد صلى الله عليه وسلم اللهم اجعلنا واجعل أهلنا من خيار أمة محمد صلى الله عليه وسلم بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم അർഹമുർറഹീമായ തമ്പുരാനെ, പാപികളും ദോഷികളുമായ ഞങ്ങൾ ഈ പാതിരാ സമയത്ത് ദിക്ർ, സ്വലാത്ത്, ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് താഴ്മയോടെ നന്നോട് അപേക്ഷിക്കുന്നു നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിനെ ദിക്ർ, സ്വലാത്തിന്റെയും ഇൽമിന്റെയും മജ്ലിസായി നീ അംഗീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കള്, മശായിഖ്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാര്, നീ നിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, അതേപോലെ ഈ സംഗമത്തിലേക്ക് സംഭാവനകൾ നൽകിയ, സഹായിച്ച, സഹകരിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ സഹോദര സഹോദരിമാരുടെയും, അതേപോലെ ഈ നാട്ടിലുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ചെറുതും വലുതോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാവിധ ദോഷങ്ങളെയും നീ പുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഗഫൂറും ഗഫാറും നീയാണല്ലാഹ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇൽമിന്റെ കുറവ്, തഖ്വായുടെ കുറവ് കാരണം ഞങ്ങളിൽ വന്ന ദോഷങ്ങൾ പാവികളായ ഞങ്ങൾക്കും അവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിലുള്ള ലാഹിരിയും ബാത്തിനിയുമായ രോഗങ്ങള്, ചെറുതോ വലുതോ ആയ വിവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് റബ്ബേ ഞങ്ങൾ. ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ചീഞ്ഞു നാറുന്ന രോഗങ്ങൾ ഞങ്ങൾക്കും അവർക്കും നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കീറി മുറിക്കപ്പെടുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, റോട്ടിൽ കിടന്ന് രക്തം വാർന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ ഞങ്ങളിലും അവരിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾ അറിയുന്ന ആരിലും നൽകല്ലേ അല്ലാഹ്. കാണുവാൻ സാധ്യമല്ല നാഥാ. അത്തരം കാര്യങ്ങളെ കൊണ്ട് ഭാവികളായ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഭർത്താക്കന്മാരെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരിലൂടെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളിലൂടെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. സന്താനങ്ങളിലൂടെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ റഹ്മാനും റഹീമും ലത്തീഫും വദൂദുമാണല്ലാഹ്. നിന്റെ ഉദ്ദ് വെളിവാക്കിക്കൊണ്ട്, ലുത്ഫ് വെളിവാക്കിക്കൊണ്ട് പാവികളായ ഞങ്ങളുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണേ അല്ലാഹ്. അവരുടെ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തി വിവാഹിതരാവാൻ കഴിയാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹിതരായി സന്താനഭാഗ്യമില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത് നിന്റെ കയ്യിലാണ്. ചിലർക്ക് ആൺകുട്ടികളെ, ചിലർക്ക് പെൺകുട്ടികളെ, ചിലർക്ക് രണ്ടും ഞാൻ കൊടുക്കും, ചിലർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്ന് നീ പ്രഖ്യാപിച്ചവനാണ് നാഥാ. ഞങ്ങളുടെ കൂട്ടത്തിൽ സന്താനങ്ങളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും സ്വാലിഹീങ്ങൾക്ക് ബർക്കത്ത് ചെയ്തതുപോലെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൃഷികളിലെ, കച്ചവടങ്ങളിലെ, പ്രവർത്തനങ്ങളിലെ, ഞങ്ങളുടെ യാത്രകളിലെ, ഞങ്ങളുടെ എല്ലാ ചലനങ്ങളിലും അടക്കങ്ങളിലും മുഴുവനും ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹജ്ജും ഉംറയും റാഹത്തോടെ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും റൗള പല പ്രാവശ്യം സന്ദർശിക്കാൻ, പല പ്രാവശ്യം ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മദീന റൗളയുടെ പുറമെ ഉള്ളിൽ കിടക്കുന്നവരെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ശരിയായ ജോലിയും മതിയായ വേതനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ അവിടെ ഒറ്റപ്പെടുത്തി വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. അവരെ അവിടെ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സഹായികളില്ലാതെ അവിടെയും ഇവിടെയും കഷ്ടപ്പെടുന്ന പാവങ്ങളുണ്ട്, ജയിലിൽ കടക്കുന്നവരുണ്ട്. അവരെ എത്രയും വേഗം നീ രക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് നീ തുണയാവണേ അല്ലാഹ്. അല്ലാഹുവേ നാട്ടിൽ വന്നുകൊണ്ട് റാഹത്തോടെ കുടുംബത്തിൽ ജീവിക്കുവാനും കുടുംബത്തിനെയും സ്ഥാപനങ്ങളെയും സഹായിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിലുള്ള സ്ഥാപനങ്ങൾ ഭരിക്കുന്നവർക്ക് അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകണേ അല്ലാഹ്. അവരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാഹ്. സ്ഥാപനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിൽ നടക്കുന്ന ദർസുകളെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാഹ്. അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ മുതഅല്ലിമീങ്ങളെയും ഉലമാക്കളെയും സാലിഹീങ്ങളെയും സ്നേഹിക്കാനുള്ള സന്മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നാട്ടിലുള്ള മോമിനീങ്ങൾക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലുള്ള ഉലമാകളെ ഉഖ്റവിയായ ഉലമാക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുതഅല്ലിമുകളെ നന്റെ വജഹിന് വേണ്ടി ഇൽമു പഠിക്കുന്ന യഥാർത്ഥ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആക്ക് ഉത്തരം കിട്ടുന്ന മുതഅല്ലിമീങ്ങളിൽ ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടെ ജീവിക്കുവാനും ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും ആഫിയത്തും നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സിഹത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. സിഹത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടെ ജീവിക്കുവാനും മരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ മശായിഖന്മാർ എന്ന കണ്ണാടികളിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ മുഖം കണ്ട് ആസ്വദിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചോദിച്ചിട്ട് സൃഷ്ടിച്ചതല്ല ഞങ്ങളെ, അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖിനെ കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അവിടുത്തെ സുന്ദരമായ മുഖം, നന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്ന വിശാലമായ മുഖം, അത് കണ്ടാസ്വദിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഖബറിൽ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞെരിക്കല്ലേ അല്ലാഹ്. ഇടുക്കല്ലേ അല്ലാഹ്. കൊടുക്കല്ലേ അല്ലാഹ്. വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയം നൽകണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് നൽകണേ അല്ലാഹ്. സ്വർഗീയ പുതപ്പ് നൽകണേ അല്ലാഹ്. പുതുമാരന്റെ ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ
ഞങ്ങളുടെയും അവരുടെയും ഖബറുകളിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു ഗേറ്റ് തുറക്കണേ അല്ലാ. അല്ലാഹുവേ, മഹ്ശറായിൽ യാത്രയാക്കപ്പെടുന്ന സമയത്ത് ഒറ്റകളായി ഹൈറാനിയത്താവുന്ന വിഭാഗത്തിൽ പാവങ്ങളായ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ഫാത്തിഹ ഓതുന്ന, ഞങ്ങളുടെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന മഹാന്മാരായ മശായിഖിലൂടെ അഷ്റഫുൽ ഖൽഖിന്റെ കൊടിക്കീഴിലേക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ അണക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ, ചേർക്കണേ അല്ലാ. മഹാന്മാരായ മശായിഖന്മാരെയും അഷ്റഫുൽ ഖൽഖിനെയും കണ്ടാസ്വദിക്കാൻ എത്രയും വേഗം മഹ്ശറായിൽ തൗഫീഖ് നൽകണേ അല്ലാ, സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. നിന്റെ കലാമ് മുൻനിർത്തിക്കൊണ്ട്, അദ്കാറുകൾ മുൻനിർത്തിക്കൊണ്ട് മഹാന്മാരായ മശായിഖന്മാരെയും മലായികത്തുൽ കിറാമിനെയും മുൻനിർത്തിക്കൊണ്ട് പാവികളായ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മലക്കുകള്, മഹാന്മാരായ പ്രവാചകന്മാർ, വന്യരായ മശായിഖന്മാർ പൊതിയുന്ന സദസ്സായി ഞങ്ങളുടെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ദുആക്കുത്തരം നൽകണേ അല്ലാ, ദുആക്കുത്തരം നൽകണേ അല്ലാ. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين آمين 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 برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل أهل البيت سلم وصل على جميع الأنبياء والمرسلين وملائكة الله المقربين كلهم أجمعين والحمد لله رب العالمين. സമയം അധികരിക്കുകയോ വാക്കിൽ പിഴവുകൾ സംഭവിക്കുകയോ ചെയ്തെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുക. പ്രവർത്തകർ വളരെ പെട്ടെന്ന് ഭക്ഷണങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവരും സഹകരിക്കുക. അപ്പുറമൊക്കെ വാങ്ങി കൊടുക്കുക. പെട്ടെന്ന് നേരത്തെ നമ്മൾ ബക്കറ്റ് കൈമാറിയതുപോലെ കിട്ടിയത് നമുക്ക് തന്നെ കരുതിയിരിക്കേണ്ട, അടുത്തുള്ളവർക്കൊക്കെ വേഗം കൊടുത്തു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രവർത്തകർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ദീനെ സ്നേഹിക്കാനും സഹായിക്കാനും തൗഫീഖ് നൽകട്ടെ. ഈ ഭക്ഷണവും അതിനാവശ്യമായ സാധനങ്ങളും തന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വീണ്ടും വീണ്ടും ദീനിനെ സ്നേഹിക്കാൻ സഹായിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവിടെ തന്നെ എല്ലാ പ്രവർത്തകന്മാർക്കും ഭക്ഷണം കിട്ടിയതിനു ശേഷം എഴുന്നേൽക്കാവും. അല്ലാതിരുന്നാൽ നമ്മുടെ ഭക്ഷണ വിതരണം തടസ്സപ്പെടും. അതുകൊണ്ട് എല്ലാ പ്രവർത്തകന്മാരുടെ കയ്യിൽ ഇത് ചീരണി എന്ന നിലയിൽ കുറച്ചാണ് ഉള്ളതെങ്കിലും സംതൃപ്തമായി അത് കൈമാറി എത്തിയതിനു ശേഷം എഴുന്നേൽക്കാവൂ എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പ്രിയമുള്ള ദിനീ സ്നേഹികളും, നമ്മുടെ സമാപന സമ്മേളനമായ നാളെ അസ്ർ നമസ്കാരാനന്തരം കൃത്യം 4 മണിക്ക് നവീനവാദികൾക്കെതിരെ, മുജാഹിദ് ജമാഅത്തിന്റെ വികലവാദങ്ങൾക്കെതിരെ നേതൃത്വത്തിൽ ഒരു പടപ്പുറപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൊഴിലക്കം സൃഷ്ടിക്കുമ്പോൾ വർത്തമാനകാല മുസ്ലിം സമൂഹത്തിന്റെ ആദർശ വേദിയിലുള്ള ഫലമാണ് അഹ്ലുസുന്നയുടെ ശബ്ദം ഉസ്താദ് അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് നാളെ അസ്ർ നമസ്കാരാനന്തരം ഉടൻ തന്നെ
നമ്മുടെ കണ്ണൂർ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കുകയാണ്. മകരിന് മുമ്പ് ആദർശ സംവാദം അവസാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദന്മാർക്കും മറ്റും ഇറങ്ങാൻ തയ്യാർ ചെയ്തിട്ടുള്ള ഈ വഴിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകരുത്. അത് ചെറിയ ഒരു സംവിധാനം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കൂടി പോയാൽ അത് അപകടത്തിലാവുന്നതുകൊണ്ട് തിരിച്ചു പോകുന്ന സഹോദരന്മാർ എല്ലാവരും നേരെ ആ ഗേറ്റ് കണ്ടിയ ദുസ്സഹ ഗേറ്റില്ലേ അതിലൂടെ പോകണമെന്ന് വിനീതമായി കൊടുത്തു. നമ്മുടെ സമ്മേളനത്തിന്റെ നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഒന്നാം സെഷൻ ആരംഭിക്കുന്നതാണ്. 8 മണിക്ക് നടക്കുന്ന ഒന്നാം സെഷനിൽ യുവതയുടെ ആവേശം വിദ്യാർത്ഥികളുടെ യുവതയുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ കേരളക്കരയിലെ അറിയപ്പെടുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അബ്ദുസലാം സൽമാനെ തുടങ്ങിയ പ്രമുഖർ നാളെ രാവിലെ 8 മണിക്ക് നടക്കുന്ന ഒരു സെഷനിൽ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ നാളെ രാവിലെ 10:30 നടക്കുന്ന പ്രവാസി സംഗമം കേരള നിയമസഭയിലെ പ്രഗത്ഭനായ ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ അനർഹമായ മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷതയുടെ സംരക്ഷകൻ അവകാശ രക്ഷകൻ ഷാജി KM ഷാജി MLA ചമ്മാട് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ നാളെ 10 മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്നു. മുഴുവൻ ആളുകളെയും മഹനീയ സാന്നിധ്യം നിങ്ങൾ സാദരം ക്ഷണിക്കുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ രാവിലെ കൂട്ടം നടക്കേണ്ടതിനാൽ മുഴുവൻ വിദ്യാർത്ഥിനികളും യൂണിഫോം ധരിച്ചുകൊണ്ട് രാവിലെ 7 മണിക്ക് തന്നെ മദ്രസയിൽ എത്തിച്ചേരണമെന്ന് സബ്രസ്ഥാനം അറിയിക്കുന്നു. മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടി രാവിലെ 7 മണിക്ക് തന്നെ സദസ്സിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ഹയർ സെക്കൻഡറി മദ്രസയുടെ കെട്ടിട സമ്മേളനം പൊതുസമ്മേളനം നാളെ മകരവ നമസ്കാരാനന്തരം മുസ്ലിം കേരളയുടെ അനിഷേധനായ ആത്മീയ നായകൻ പാണക്കാട് ചെല്ലുമ്പോൾ ഹൈദരലി വിഭാഗങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ലാളിത്യമായ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ദരിദ്രനായ അമരക്കാരൻ കേരള ചെയർമാൻ പട്ടിക്കാട് ജാമ്യയുടെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ ഉസ്താദ് കേരള മന്ത്രിസഭയിലെ പ്രഗത്ഭനായ IT വ്യവസായ മന്ത്രി ഉന്നയിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രഗത്ഭരാണ് നിരക്കുന്ന പൊതുസമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും ഭാഗമാക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ മഹാസമ്മേളനത്തിന് നന്ദി പ്രകാശിച്ചുകൊണ്ട് നമ്മുടെ മദ്രസ ഉസ്താദ് അന്യരായ സംസ്ഥാന സാധനം നിർവഹിച്ചു. ഈ സംഗമം ബഹുമാനപ്പെട്ട കേരള സദസ്സിലും സമീപിതമായ എല്ലാ മുഴുവനും സഹകരിച്ച എല്ലാവരും മറ്റൊരാൾക്കും ബന്ധപ്പെടുത്തുന്നുണ്ട്. ഈ സംഗമം തിരിച്ചറിയായി മനസ്സിലാക്കുന്നത് മദീനെന്നിപ്പോ വിളിച്ചത് വളണ്ടിയേഴ്സ് ആരും തന്നെ പോകരുത്. കസാരയും മറ്റും എടുത്തു വെക്കേണ്ടതിനാൽ വളണ്ടിയേഴ്സ് ആരും തന്നെ പോകരുത്. മുഴുവൻ വളണ്ടിയേഴ്സ് സ്വാതന്ത്ര്യമുള്ളവർ ആരും തന്നെ പോകരുത്. എല്ലാവരും കുറെ മീറ്റിങ്ങുകളുണ്ട്. വളണ്ടിയേഴ്സ്
വളണ്ടിയേഴ്സും സ്വാഗത സംഘം മെമ്പർമാരും പോകുന്നത് നാളത്തെ പൊതുസമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഇരിക്കുന്നതിനാൽ രാവിലെ പോകരുതെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി വിനീതമായി അറിയിക്കപ്പെടുന്നു. മദ്രസല്ലേ ദിമക്ക നോക്കണേ നമ്മളവിടെ അടുത്തതാണല്ലേ കോഴിക്കോടിലാണോ കുഞ്ഞിനെ മറ്റേ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട് വെച്ചാൽ